മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എം.വി. നികേഷ് കുമാറും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ എയറിലായിരിക്കുകയാണ്. നികേഷ് കുമാർ ചോദിച്ച ചോദ്യവും മുഖ്യമന്ത്രി അതിന് പറഞ്ഞ മറുപടിയും ചെറ്റത്തരം എന്ന് ആവർത്തിച്ച് പറഞ്ഞതും തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയ കടന്നൽക്കൂട്ടം ഇളകിയതും കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും സൈബർ ടീമുകളൊക്കെ പിണറായിയെയും നികേഷിനെയും പറപ്പിക്കുന്നതും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബിനീഷ് കോടിയേരിക്കും വീണ വിജയനും രണ്ട് നീതിയോ എന്ന ചോദ്യം മാധ്യമങ്ങൾ മുഖ്യമന്ത്രി വിമർശിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ നികേഷ് കുമാറിനോട് പിണറായി വിജയൻ കൊടുത്ത മറുപടി, നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരം എന്ന് പറഞ്ഞു തുടങ്ങിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും പരിഹാസങ്ങളും വിമർശനങ്ങളുമായി ചർച്ചയായിരിക്കുന്നത്. CPM-നൊപ്പം എല്ലാ കാലത്തും ഉറച്ചു നിന്ന എം.വി. നികേഷ് കുമാർ എന്തിനാ CPM-ന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂർ അഴീക്കോട് മത്സരിച്ച എം.വി. നികേഷ് കുമാർ, ആ നികേഷ് കുമാറിനോട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പച്ചയ്ക്ക് ചിലതൊക്കെ തിരിച്ചു ചോദിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എം.വി. നികേഷ് കുമാർ തന്റെ ചാനലിനായി നടത്തിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും പിണറായി വിജയൻ നൽകിയത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ കടന്നൽക്കൂട്ടം ഇളകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും എം.വി. നികേഷ് കുമാറിനെയും ഒരുപോലെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികൾ. ചെറ്റത്തരം എന്ന വാക്ക് ആവർത്തിച്ചു പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യത്തിന് ഈ മറുപടി കേട്ട് അന്തം വിട്ടിരിക്കുന്ന നികേഷ് കുമാർ. ട്രോളാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും പിന്നെ വേണ്ടല്ലോ. ഏതായാലും സോഷ്യൽ മീഡിയയിൽ കടന്നൽക്കൂട്ടം ഇറങ്ങി പ്രതിപക്ഷ നേതാക്കന്മാരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എതിരാളികളും കടന്നാക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനെന്ത് സ്വയം വിമർശനം നടത്താനാണ് എന്നാണ് പിണറായി വിജയൻ നികേഷ് കുമാറിനോട് ചോദ്യമായി ചോദിക്കുന്നത്. നിങ്ങൾ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമുണ്ട്, ആ ചെറ്റത്തരത്തിന് ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നിരന്തരമായി വിമർശനങ്ങൾ ഉണ്ടാകുന്നുവെന്നും അതിനെക്കുറിച്ച് വിലയിരുത്താറുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായാണ് നികേഷ് കുമാറിന് മുഖമടച്ച മറുപടി പിണറായി വിജയൻ നൽകിയത്. മാധ്യമങ്ങൾക്കെതിരെ ഏതായാലും രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ എം.വി. നികേഷ് കുമാറിനോട് ഇന്റർവ്യൂവിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. തനിക്കെതിരെ എല്ലാ കാലത്തും ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതിന്റെ ഭാഗമായെന്നാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയത്. എന്നിട്ടും താൻ തളരുന്നില്ലെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നൊക്കെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾ ശക്തമായ ആക്രമണമാണല്ലോ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നതെന്ന നികേഷ് കുമാറിന്റെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ബിനീഷ് കോടിയേരിയുടെ കേസിൽ സ്വീകരിച്ച സമീപനമല്ല വീണ വിജയന്റെ കേസിൽ സ്വീകരിച്ചതെന്ന മലയാള മനോരമയുടെ ആ വിമർശനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചോദ്യത്തോടായിരുന്നു മാധ്യമങ്ങളെ കടന്നാക്രമിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മലയാള മനോരമ നല്ല ഉദ്ദേശത്തോടെയല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി CPM-നെ തകർക്കണമെന്ന ഉദ്ദേശമേ എല്ലാ കാലത്തും മലയാള മനോരമയ്ക്ക് ഉണ്ടായിട്ടുള്ളൂവെന്നും കുറ്റപ്പെടുത്തി. മാത്രമല്ല CMRL കേസിൽ അറസ്റ്റ് മനസ്സിന്റെ ആഗ്രഹം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു കമ്പനിക്ക് സേവനത്തിന് പ്രതിഫലമായി അക്കൗണ്ട് വഴി പണം കൈമാറുന്നതിൽ എന്താണ് തെറ്റെന്നും എല്ലാം സുതാര്യവും നിയമപരവുമായാണ് നടന്നിട്ടുള്ളതെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിൽ കമ്പനി നടത്തിയത് തന്റെ മകളായി പോയി എന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ. എത്ര പേർ കമ്പനി നടത്തുന്നുണ്ട്? വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് നടപടി ഉണ്ടാകില്ല, നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിനിടെ പറയുന്നത്. ദശാബ്ദങ്ങളായി തനിക്ക് നേരെ മാധ്യമങ്ങളുടെ ആക്രമണം നടക്കുന്നുണ്ട്, എന്നിട്ടും താൻ തളരുന്നില്ല. കാരണം കൈകൾ ശുദ്ധമാണ്. സ്വയം വിമർശനം നടത്തേണ്ടത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്തിന് സ്വയം വിമർശനം നടത്തണമെന്നാണ് പിണറായി വിജയൻ അഭിമുഖത്തിൽ പറഞ്ഞത്. ഏതായാലും മലയാള മനോരമയ്ക്ക് നേരെയായിരുന്നു പിണറായി വിജയന്റെ വിമർശനമെങ്കിലും എം.വി. നികേഷ് കുമാറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ഒന്നാകെ, അതായത് നികേഷ് കുമാറിനെ അടക്കം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്ന വിമർശനം.